1 കിലോ കിളിമീനുണ്ടത്. തലയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. കിളിമീനെല്ലാം നല്ലതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തല ഞാൻ മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ സെപ്പറേറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. കിളിമീൻ മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നല്ലതുപോലെ എരിവുള്ള മുളക് പൊടി, 2 ഇതള് കറിവേപ്പില, ഒത്തിരി വേണ്ട, 2 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പ് മീനിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. അരപ്പെല്ലാം നല്ലതുപോലെ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അരമണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വറുക്കുകയോ കറി വെക്കുകയോ പൊള്ളിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. വറുത്തതിനൊക്കെ ശേഷം കൂടുതലായിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് എടുത്ത് വെച്ചിരുന്നാൽ മതിയാകും. എയർ ടൈറ്റിലേക്കുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ടതിന് ശേഷം ഫ്രീസറിൽ എടുത്ത് വെച്ചിരുന്നാൽ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യണേ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്